ഡിസംബർ 14 ദേശീയ ഊർജ സംരക്ഷണ ദിനം. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഊർജ സംരക്ഷണത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? നമുക്ക് പ്ലാനിങ്ങിൽ തന്നെ തുടങ്ങണം. നല്ല കാറ്റും വെളിച്ചവുമുള്ള രീതിയിൽ പ്ലാൻ ചെയ്യണം. എന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് ലൈറ്റ് ഇടാതെ റൂമിൻ്റെ ഏത് കോണിൽ നിന്നും വായിക്കുവാൻ കഴിയണം. അതേപോലെ തന്നെ ശുദ്ധമായ കാറ്റ് എത്തുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കണം. രണ്ടാമതായിട്ട് സോളാർ എനർജി ഉപയോഗിക്കുക. മൂന്നാമതായിട്ട് നമ്മുടെ കെട്ടിട നിർമ്മാണ വസ്തുക്കൾ എനർജി ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന നാച്ചുറൽ ഉൽപ്പന്നങ്ങളെ കൊണ്ട് കെട്ടിടങ്ങൾ നിർമ്മിക്കുക. നാലാമതായിട്ട് സ്വിച്ച് ഓഫ് ചെയ്യുക. ആവശ്യമില്ലാത്ത ഘട്ടങ്ങളിൽ നമ്മുടെ ഉപകരണങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യുക. അഞ്ചാമതായിട്ട് ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ സ്റ്റാർ റേറ്റുള്ള എനർജി എഫിഷ്യൻ്റായിട്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുക. ആറാമതായിട്ട് വീടിന് ചുറ്റും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. മനോഹരമായൊരു പൂന്തോട്ടം വീടിന് ചുറ്റും നിർമ്മിച്ചെടുക്കുക. അവ ശുദ്ധമായ ഓക്സിജൻ നൽകുന്നതോടൊപ്പം തന്നെ തണൽ നൽകുകയും അത് ചൂട് കുറയ്ക്കുകയും എനർജി കുറയ്ക്കുകയും ചെയ്യുന്നു. കെട്ടിട നിർമ്മാണത്തെക്കുറിച്ചുള്ള ഇത്തരം ആശയങ്ങൾ അറിയുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.